ഹായ് ഫ്രണ്ട്സ്, പൾസ് മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അപ്പോൾ ഇന്ന് റിലീസായ ഏതൊക്കെ വീഡിയോകളാണ് എന്ന് നമ്മൾക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ സിനിമ പള്ളിച്ചട്ടമ്പി എന്ന മലയാളം സിനിമയാണ്. ടൊവിനോ തോമസ്, കയാദു ലോഹർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. പീരിയോഡിക് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഡിജോ ജോസ് ആൻ്റണിയാണ്. ഇപ്പോൾ മുതൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ സോണി ലൈവിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അടുത്തതായി ട്രിപ്പിൾ ഡെക്കർ എന്ന മലയാളം സിനിമയാണ്. ഡാർക്ക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇപ്പോൾ മുതൽ മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അടുത്തത് ഒരു തമിഴ് സിനിമയാണ്. കോൺസിറ്റി എന്നാണ് സിനിമയുടെ പേര്. അർജുൻ ദാസ്, അന്നാബെൻ എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ക്രൈം കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമ ഹരീഷ് ദുരൈരാജാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മുതൽ നെറ്റ്ഫ്ലിക്സിൽ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അടുത്തത് തമിഴ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. മൈലാഞ്ചി എന്നാണ് സിനിമയുടെ പേര്. ഇപ്പോൾ മുതൽ ആഹാ വീഡിയോയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അടുത്തതായി ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. ഈഗോ രാമൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലും സിമ്പിൾ സൗത്ത് എന്നീ OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ മുതൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അടുത്തത് യുഫോറിയ എന്നാണ് സിനിമയുടെ പേര്. തെലുങ്ക് സിനിമയാണ്. ഇപ്പോൾ മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അടുത്തത് ഹിന്ദി കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. ആദർശ് ബാൽ വിദ്യാലയ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ സീരീസിൻ്റെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അടുത്തത് ഒരു ഹിന്ദി സീരീസ് ആണ്. ഡ്രാമ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. മുസാഫിർ കഫേ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ മുതൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയും സിനിമകളും സീരീസുകളുമാണ് ഇന്ന് റിലീസായിട്ടുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.